ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ലോഗ് എന്താണെന്നല്ലേ? ഒരു തായ്ലൻഡ് വ്ലോഗാണ്. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ അമ്മയും കൂട്ടി ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവുക, അതും എൻ്റെ സ്വന്തം പൈസ കൊണ്ട്. അതാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. ദേണ്ട ഞാൻ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് എയർ ഏഷ്യയിലേക്കാണ്. എയർ ഏഷ്യ കയറി ഞാൻ തായ്ലൻഡിലേക്ക് പറക്കുകയാണ്. അങ്ങനെ ഫ്ലൈറ്റൊക്കെ പൊന്തി പറന്ന് 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിലല്ല ദാണ്ടേ ഞാൻ ബാങ്കോക്കിൽ പറന്നെത്തിയിരിക്കുകയാണ്. ആ വ്യൂ കണ്ടോ, എത്ര ബ്യൂട്ടിഫുള്ളാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പോലെ നല്ല രസമാണ് ആ വ്യൂ. ഞാൻ ബാങ്കോക്കിൽ എത്തിയത് ഏകദേശം ഒരു 4:30 AM ആയി. അപ്പോഴത്തേക്ക് നമ്മൾ ഉറങ്ങാതൊക്കെയാണ് എത്തിയത്. ഒരു 4 hours ജേർണി ആയിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഡേ ഞാൻ പോകുന്നത് പട്ടായ. ഇത് പട്ടായയിലാണ് ഞാൻ നിൽക്കുന്നത്. ഫ്ലോട്ടിംഗ് മാർക്കറ്റ്, അതെ, ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, എത്തിയിരിക്കുകയാണ്. ഒത്തിരി റീൽസിലും യൂട്യൂബ് വീഡിയോസിലും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. പക്ഷേ നമ്മൾ ഫോട്ടോയിലും വീഡിയോയിലും കാണുന്നതിനേക്കാളും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. അതിനകത്ത് ഒത്തിരി കടകളുണ്ട്. ഭയങ്കര ക്യൂട്ട് സാധനങ്ങളാണ് അതിനകത്തുള്ളതൊക്കെ. ഇപ്പം ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ബോട്ടിൽ കൂടിയാണ്. ഈ ബോട്ടിൽ കൂടി നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പോകുമ്പോൾ 2 സൈഡിലും ഇഷ്ടം പോലെ കടകളുണ്ട്. അവിടെ പിന്നെ നമ്മൾ അകത്ത് കയറി പോകുമ്പം കുറേ ഫുഡ് കോർട്ട്സ് ഉണ്ട്. ഈ ഫുഡ് കോർട്ട്സിലൊക്കെ ഈ ഫുഡ് കോർട്ടുകളിലൊക്കെ പാറ്റ, പല്ലി, പുഴു, ഒത്തിരി പുഴുക്കളൊക്കെ ഉണ്ട് ഗൈസ്. അങ്ങനെ എനിക്ക് പാറ്റ, പല്ലി, പുഴുവിനെ ഒന്നും കഴിക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനൊരു ക്രോക്കോഡൈലിൻ്റെ ഒരു ബാർബിക്യൂ അങ്ങോട്ട് ഓർഡർ ചെയ്തു. കാണുന്നതിൻ്റെ അത്രയും രസമില്ല. കുറച്ച് നമ്മൾക്ക് ആദ്യമായിട്ടൊരു സാധനം ട്രൈ ചെയ്യുന്നതിൻ്റെ ഒരു ഇത്, അങ്ങനെ ഞാൻ എക്സൈറ്റ്മെൻറ്റ് ഇത് കടിച്ചപ്പോൾ ഒരു ബീഫിൻ്റെ ടേസ്റ്റാണ്. എനിക്ക് അധികം ഇഷ്ടമായില്ല. ഞാൻ പിന്നെ അമ്മയ്ക്ക് കൊടുത്തു. അമ്മ പിന്നെ ഒരു ബീഫ് ലവർ ആയതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി ഇത്. അങ്ങനെ അമ്മ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ആ വാഴയുടെ രുചി ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു മാംഗോ സ്മൂത്തി ഓർഡർ ചെയ്തു. ഈ മാംഗോ സ്മൂത്തി കഴിക്കുന്നതിന് മുന്നേ ഞാനൊരു മാംഗോ സ്റ്റിക്കി റൈസ് കഴിച്ചിരുന്നു. പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര ഹൈപ്പുള്ളൊരു സാധനമില്ല. അങ്ങനെ ആക്രാന്തത്തിൽ ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഓർത്തത് ഇതിൻ്റെ ഒരു ഫോട്ടോ പോലും എടുത്തില്ലെന്ന്. അങ്ങനെ മാംഗോ സ്മൂത്തി ഭയങ്കര ടേസ്റ്റാണ് ഗൈസ്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, കാരണം നമ്മൾ കേരളത്തിൽ ഇത്രയും ടേസ്റ്റുള്ള മാംഗോ ജ്യൂസ് കഴിക്കത്തില്ല. ഒരു ആഡഡ് പ്രിസർവേറ്റീവ്സും ഇല്ല, ഒരു ആഡഡ് ഷുഗറും ഇല്ല. ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ മാംഗോ സ്റ്റിക്കി റൈസ് എന്ന് പറഞ്ഞാൽ അത് ഹെവനാണ് ഗൈസ്, ഹെവൻ. പിന്നെ കാണിക്കാത്ത സാധനത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതെല്ലാം ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ അകത്തൂടെ ഞാൻ ഇങ്ങനെ ഓരോരോ ഷോപ്പുകൾ കണ്ടും കേട്ടും ഇങ്ങനെ നടക്കുകയായിരുന്നു. അങ്ങനെ നടക്കുന്നതിനിടയ്ക്ക് കുട്ടി ക്യൂട്ട് സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ എന്താ പറയുക, നമ്മൾ വിചാരിക്കും മുന്നേ പോകുമ്പം കുറേ കടകൾ കാണുമെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ഒഴിവാക്കി പോകും. നമുക്കറിയത്തില്ലല്ലോ എങ്ങനെയാണ് വില കാര്യങ്ങളെന്നൊക്കെ. അങ്ങനെ കുറേ കണ്ടും കേട്ടും ഇങ്ങനെ നടന്നു. ഫ്ലോട്ടിംഗ് മാർക്കറ്റിനകത്തൂടെ നമ്മൾ എത്ര നടന്നാലും നമുക്ക് ക്ഷീണം വരത്തില്ല, കാരണം 2 സൈഡിലും നല്ല ബ്യൂട്ടിഫുൾ സാധനങ്ങൾ കണ്ടാണ് നമ്മൾ നടക്കുന്നത്. പിന്നെ അവരോടൊക്കെ അറിയാത്ത ഭാഷയിൽ ഞാൻ വിലയൊക്കെ ചോദിച്ചു. അവർക്കും മനസ്സിലായില്ല, എനിക്കും മനസ്സിലായില്ല. അവിടെ ഇങ്ങനെയാണ് നമ്മൾ നമസ്തേന്ന് പറയുന്നത്, സവാദിക്കാ. നമ്മൾ എന്ത് കണ്ടാലും കേട്ടാലും എല്ലാവരോടും സവാദിക്കാ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ തോന്നും. അങ്ങനെ സവാദിക്ക എന്ന് പറയുന്ന ഒറ്റ വാക്കുകൊണ്ടാണ് ഞാൻ ഈ തായ്ലൻഡിൽ 3-4 ദിവസം പിടിച്ചു നിന്നത്. അങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിനോട് യാത്ര പറഞ്ഞ് ഞാൻ താണ്ടെ ഇറങ്ങുന്നു, എല്ലാം കണ്ടും കേട്ടും. പിന്നെ നമ്മൾ തിരിച്ച് ബോട്ടിൽ തന്നെയാണ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ പോകുന്നത്. ആ ബോട്ടിൽ കൂടെയുള്ള യാത്ര മോനെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഞാൻ തായ്ലൻഡിൽ ടൂർ പോയത് ഒരു പാക്കേജ് വഴിയാണ്. ട്രിപ്പ് വൈബ്സ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പിന്റെ ഗ്രൂപ്പ് ടൂർ വഴിയാണ്. അതിലൊരു 20 മെമ്പേഴ്സ് ഉണ്ട്. എല്ലാവരും നല്ല ആൾക്കാരാണ്. എന്ന് വെച്ചാൽ എല്ലാം നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ പ്രായമുള്ളവരാണ്. അവർക്ക് ആ കൂട്ടത്തിൽ ഞാനേ ഉള്ളായിരുന്നു, ഒരു കുട്ടിയുമല്ല, ഒരു ചെറിയൊരാൾ. അപ്പം എല്ലാവർക്കും എന്നോട് ഭയങ്കര കെയറിങ് സ്നേഹമായിരുന്നു. അപ്പം നല്ല രസമായിരുന്നു. നമ്മൾ ഫാമിലി ആയിട്ടൊരു ടൂർ പോയപോലായിരുന്നു. അങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ ഞങ്ങൾ ബോട്ടിൽ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 2 സൈഡിലും ഇഷ്ടം പോലെ കടകളുണ്ട്. ഇതെല്ലാം കണ്ടും കേട്ടും ഇങ്ങനെ പോകുന്നത് എന്ത് രസമാണെന്ന് അറിയാം. പിന്നെ അവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് അതിൻ്റെ ഒരു പ്രോബ്ലമേ ഉള്ളൂ. ഭയങ്കര ഹ്യൂമിഡിറ്റിയും ചൂടും, ടെമ്പറേച്ചർ ഭയങ്കര കൂടുതലാണ്. അങ്ങനെ ചൂടത്ത് നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മൾ വേറെ തെളിച്ച് ഇങ്ങനെ പോകും, അല്ലാണ്ട് അവിടെ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. എനിക്ക് തായ്ലൻഡിൽ പോയതിൽ 1 ഓഫ് ദ ബെസ്റ്റ് സ്ഥലമാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ബുദ്ധ ടെമ്പിളിലോട്ടാണ് പോയത്. ഗോൾഡൻ ബുദ്ധ ടെമ്പിൾ. ഈ കാണുന്നത് ഫുൾ ഗോൾഡാണ് ഗൈസ്, ഗോൾഡാണ്. അവിടെ പോയി നല്ല രസമുണ്ടായിരുന്നു. അവിടെ ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഞങ്ങൾ നേരെ 1 ഓഫ് ദ ബെസ്റ്റ് ഷോ ലക്സർ ഷോയിലോട്ട് പോയി. അവിടെ കണ്ടു. ഈ കാണുന്നത് മൊത്തം ബോയ് ഗേൾസാണ്. അത് നമുക്കങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അവിടെ അങ്ങനെ കുറേ നൂലാമാലകളുണ്ട്. അതുകൊണ്ട് കുറച്ച് ഷൂട്ട് ചെയ്ത് അങ്ങനെ ബൈ ഗൈസ്. Hey guys!
വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളുടെ തായ്ലൻഡിലുള്ള സെക്കൻഡ് ഡേ ആണ്. നമ്മളിപ്പോൾ ഉള്ളത് കോറൽ ഐലൻഡിലാണ്. അവിടെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാരാഗ്ലൈഡിംഗ് ആണ്. നല്ല രസമാണ് കേട്ടോ. കോറൽ ഐലൻഡ് നല്ല ബ്ലൂ ഓഷ്യനൊക്കെയാണ്. കോറൽ ഐലൻഡിൽ ഒത്തിരി വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്. ഒന്നും ഞാൻ ചെയ്തില്ല. അങ്ങനെ കോറൽ ഐലൻഡിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ റൂമിൽ പോയി റെസ്റ്റ് ചെയ്തിട്ട് വൈകിട്ട് ടെർമിനൽ മാളിൽ പോയി. അങ്ങനെ അന്നത്തെ ദിവസം അവിടെ കഴിഞ്ഞു. പിറ്റേന്ന് തേർഡ് ഡേ ഞങ്ങൾ പോയത് നോങ്ചോങ് ഗാർഡനിലാണ്. നോങ്ചോങ് ഗാർഡൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. വേൾഡിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഗാർഡനാണ് നോങ്ചോങ് ഗാർഡൻ. അവിടെ ഒത്തിരി കാര്യങ്ങൾ കാണാനും കേൾക്കാനും ഒക്കെ ഉണ്ട്. അവിടെ നല്ല നല്ല സീനറി ഉണ്ട്. പിന്നെ ഒത്തിരി എന്താ പറയുക, നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ. അങ്ങനെ നോങ്ചോങ് ഗാർഡനൊക്കെ കറങ്ങി ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ അവിടെ ഒരു കുട്ടി വണ്ടി എടുക്കുവാണെങ്കിൽ നമുക്കതിൽ കയറി രണ്ട് സൈഡിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് പോവാം. അല്ലാണ്ട് നമ്മളിപ്പോൾ നടന്നു പോയാൽ എത്തത്തില്ല. ഭയങ്കര 700 കിലോമീറ്റർ ഉണ്ട് ഈ നോങ്ചോങ് ഗാർഡനിൽ. അങ്ങനെ നോങ്ചോങ് ഗാർഡനിൽ നമ്മളിങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് പിന്നെ അവിടെ ഒരു ഷോ ഉണ്ട്. ഒരു നല്ല ബ്യൂട്ടിഫുൾ ഗേൾസ് ഡാൻസ് ചെയ്യുന്ന ഷോ ഒക്കെ കണ്ട് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ റൂമിൽ പോയി. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഞങ്ങൾ വാക്കിംഗ് സ്ട്രീറ്റിൽ പോയി. അതൊരു ഫുഡ് സ്ട്രീറ്റ് കൂടിയാണ്. അവിടെ ഒത്തിരി സാധനങ്ങൾ, മുതല, പല്ലി, പാറ്റ, ചീങ്കണ്ണി, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ കഴിക്കാനുണ്ട് കേട്ടോ ഈ ഫുഡ് സ്ട്രീറ്റിൽ. നല്ല ടേസ്റ്റി ഫുഡാണ്. ഞാൻ അങ്ങനെ ഒരു ക്രോക്കോഡൈലിൻ്റെ ബാർബിക്യൂ, അതായത് മുതലയുടെ ബാർബിക്യൂ ഞാൻ ട്രൈ ചെയ്തു. വേറെ ഒന്നും ഞാൻ ട്രൈ ചെയ്തില്ല കേട്ടോ. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. പിന്നെ ഷ്രിമ്പിൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നു, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ കാണാനും ഒരു പ്രത്യേക മണമാണ്. പക്ഷേ എനിക്കങ്ങനെ ഫുഡ് എക്സ്പ്ലോറിങ് ഇഷ്ടമാണ്, എന്നാൽ ഇഷ്ടവുമല്ല. പിന്നെ ഇവിടെ നല്ല മാംഗോസ് കിട്ടും. മാംഗോസ് എവിടെ കണല അപ്പം ഞാൻ ചാടി വീഴും. പിന്നെ മാംഗോസ് അങ്ങനെ നല്ല രസമാണ്. ഇതൊക്കെ കണ്ട് നമ്മൾ നടക്കുന്ന ക്ഷീണമൊന്നും അറിയത്തില്ല കേട്ടോ. പിന്നെ നല്ല ക്ഷീണിക്കുമ്പോൾ കുറച്ച് കരിക്കിൻ ജ്യൂസൊക്കെ കുടിച്ച് ഇങ്ങനെ നടക്കും. അങ്ങനെ ഫുഡ് സ്ട്രീറ്റൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. വൈകിട്ട് നമ്മൾ വാക്കിംഗ് സ്ട്രീറ്റ്, ഫുഡ് സ്ട്രീറ്റ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. നമ്മൾ കണ്ടോ പാറ്റ, പല്ലിയൊക്കെ ഇരിക്കുന്നത് കേട്ടോ. നല്ല രസമാണ് കേട്ടോ. അങ്ങനെ അവിടെ കൂടെ കുറേ നേരം നടന്ന് നമ്മൾ എൻജോയ് ചെയ്യുകയാണ് കേട്ടോ. പിന്നെ മേടിച്ച് കഴിക്കണമെന്നൊന്നുമില്ല. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ. വന്നിട്ട് ഒരു കിറ്റ്കാറ്റിൻ്റെ ഐസ്ക്രീം കൂടെ കഴിച്ചിട്ടാണ് ഞാൻ കിടന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പട്ടായയോട് യാത്ര പറഞ്ഞ് തിരികെ ബാങ്കോക്കിലേക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. റോഡിൻ്റെ രണ്ട് സൈഡിലും ഭയങ്കര ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കേട്ടോ. ഇത് നമ്മുടെ ടൂറിൻ്റെ 4th ഡേ ആണ്. അപ്പോൾ നമ്മൾ ഇനി പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ബാങ്കോക്കിലോട്ടാണ്. ബാങ്കോക്കിൽ നമ്മൾ ആദ്യം പോയത് ഗോൾഡൻ ബുദ്ധ ടെമ്പിൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മാർബിൾ ടെമ്പിളിൽ പോയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ വ്യൂ ആണ് ആ ടെമ്പിളിൽ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാങ്കോക്കിലെ റൂമിൽ പോയി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂമായിരുന്നു. നമ്മൾ ബാങ്കോക്കിൽ സ്റ്റേ ചെയ്ത ഒരു 5 സ്റ്റാർ ഹോട്ടലിലായിരുന്നു. പട്ടായയിൽ നമ്മൾ 4 സ്റ്റാർ ഹോട്ടലാണ്. അപ്പം ബാങ്കോക്കിലെ ഹോട്ടലാണ് എനിക്ക് ഒന്നുകൂടി ഇഷ്ടമായത്. നല്ല ക്ലാസി എലഗൻറ്റ് റൂമൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ബാങ്കോക്കിൽ പട്ടായയിൽ അങ്ങനെ റൂമിലൊന്നും സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടിയില്ല. രാവിലെ തൊട്ട് രാത്രി വരെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ബാങ്കോക്കിൽ നമ്മൾ കുറച്ച് നേരം റൂമിലൊക്കെ സ്പെൻഡ് ചെയ്തു. ഞാൻ താമസിച്ചത് 23rd ഫ്ലോറാണ്. അപ്പോൾ 23rd ഫ്ലോറിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. നമുക്ക് ബാങ്കോക്ക് ഫുള്ള് കാണാം. അങ്ങനെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ സഫാരി വേൾഡിലേക്കാണ് ഗായ്സ്. സഫാരി വേൾഡ് ഭയങ്കര നല്ലൊരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ് കേട്ടോ.
ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അവിടെ കുറേ അഡ്വെഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും ഞാൻ ചെയ്തില്ല. അങ്ങനെ അവിടെ ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങളൊക്കെ കണ്ട് നമ്മളിങ്ങനെ നടക്കുകയാണ്. അങ്ങനെ അവിടെ നല്ലൊരു ബേബി ഷാർക്ക് ഷോ ഉണ്ട് കേട്ടോ. ബേബി ഷുട്ടു ബേബി ഷുട്ടു ബേബി ഷുട്ടു ബേബി ഷുട്ട്, അതൊക്കെയാണ് ഈ പാടുന്നത്. അതൊക്കെ വീഡിയോയിൽ ഇട്ടാൽ കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ തന്നെ പാടുന്നത്. കോപ്പിറൈറ്റ് കിട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ തന്നെത്താനെ ചുമ്മാ പാടിക്കൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അതൊക്കെ കണ്ട് അങ്ങനെ നമ്മൾ തായ്ലൻഡിനോട് വിട പറയുകയാണ് ഗൈസ്. ഇത് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. ലാസ്റ്റ് ഡേ നമ്മൾ ഡോൾഫിൻ ഷോ ഒക്കെ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇരിക്കുകയാണ്. അതിൻ്റെ ചെറിയൊരു സങ്കടമുണ്ട്. കാരണം ഇന്ന് നമ്മൾ രാത്രി ഫ്ലൈറ്റിൽ കയറിയിട്ട് നേരെ കൊച്ചിക്ക് പോവാണ്. അങ്ങനെ നമ്മളുടെ തായ്ലൻഡ് എന്നുള്ള പറയുന്ന കാര്യങ്ങൾ കഴിഞ്ഞു. അതിൻ്റെ ഒരു വിഷമമുണ്ട്. പിന്നെ ഇതൊക്കെ കാണുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് നേരെ ഞങ്ങൾ ബാങ്കോക്ക് എയർപോർട്ടിലോട്ട് പോയി ഫ്ലൈറ്റിൽ കയറി. ടാറ്റ ബൈ ബൈ, ഖതം ഹോ ഗയ. ബൈ ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ഗൈസ്.